ഏതായാലും ഒന്നുമില്ലാതെ കയറി വന്നാലും ഇപ്പൊ സ്വന്തം പേരിൽ കമ്പനി വരെ ആയല്ലോ. അതും ഒരു ഭാഗ്യോ. നിന്റെ ഈ മിടുക്കെ ബിസിനസിന്റെ കാര്യത്തിൽ കൂടെ കാണിക്ക്. അബി, നിനക്ക് എന്തിന്റെ കേടാ? വെറുതെ എന്തിനാ ഓരോന്നും പറഞ്ഞു? ഇനി ഇതറിയുമ്പോ ആദർശ് പ്രശ്നം ഉണ്ടാക്കില്ലേ? അങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങ് ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞത് മുഴുവനും സത്യോ? എനിക്കതിനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മീര ആദർശിനെ അറിയിക്കുന്ന അമ്മയും സമ്മതിച്ചല്ലോ. അത് മതി. എനിക്കൊന്നും അറിയില്ല. ഈ വീടിന്റെ സമാധാനം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഒന്നിന്റെ പേരിലും അത് നശിപ്പിക്കരുത്. അത് ഞാൻ മാത്രം വിചാരിച്ച നടക്കില്ലമ്മേ. പിന്നെ മീരെ താണ് വണങ്ങി ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. മുത്തശ്ശ, ഇതാ വിദ്യ. ഇതെന്റെ മുത്തശ്ശൻ. മോള് കുഞ്ഞായിരുന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവൻ മോളെ കുറിച്ച് പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മുത്തശ്ശനെ കുറിച്ച് സൂരജ് പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോ കൂടുതലും സൂരജ് പറയുന്നത് മുത്തശ്ശനെ കുറിച്ചാ. മോൾക്കറിയാവല്ലോ, എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ കുറിച്ചുള്ള ഓർമ്മകളും പ്രതീക്ഷകളുമാ എന്നെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അറിയാം. ഞാനെല്ലാം വിദ്യയോട് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശ. ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് മോൾക്ക് വിഷമമൊന്നും തോന്നരുത്. ഇല്ല മുത്തശ്ശ. മോൾക്ക് സൂരജിനോട് ശരിക്കും സ്നേഹമാണോ? അതെന്താ മുത്തശ്ശ അങ്ങനെ ചോദിച്ചത്? അല്ല മോളെ, ഇവന് പറയത്തക്ക സമ്പത്തൊന്നുമില്ല. ഒരു സാധാരണ കുടുംബമാണ്. വലിയ ജോലിയുമില്ല. ആ സ്ഥിതിക്ക് മോൾക്ക് ഇതിലും ഒരുപാട് വലിയ വലിയ വിവാഹാലോചനകൾ വരും. ആ സമയത്ത് ഈ തീരുമാനം തെറ്റായി പോയി എന്ന് കരുതാൻ പാടില്ല. വിദ്യ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല മുത്തശ്ശ. അത് ശരിയാടാ, എനിക്കും അതറിയാം. പക്ഷേ മോളുടെ മനസ്സെന്താണെന്ന് എനിക്ക് നേരിട്ട് ചോദിച്ചറിയണം. അല്ലെങ്കിൽ നാളെ നീ കരയുന്നത് ഈ മുത്തശ്ശന് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരും. മുത്തശ്ശൻ ചോദിച്ചതിനെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. ഞാൻ സൂരജിനെ സ്നേഹിച്ചു തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ല. വർഷങ്ങളായി എന്റെ മനസ്സിൽ സൂരജ് ഉണ്ട്. ഒരിക്കൽ പോലും തുറന്നു പറയുക പോലും ചെയ്യാതെയാണ് ഞാൻ സൂരജിനെ സ്നേഹിച്ചത്. എന്റെ ജീവിതത്തില് സൂരജിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ ഉണ്ടാവില്ല. ഇത് മതി. മോളുടെ ഈ വാക്ക് എനിക്ക് വിശ്വാസമാണ്. ഇനി നിങ്ങൾക്കൊപ്പം എന്ത് പ്രശ്നത്തിനും ഞാൻ ഉണ്ടാവും. നന്നായി വരും മോളെ. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അതെന്താടാ? മുത്തശ്ശന് ഇഷ്ടമായില്ലെങ്കിലോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ആ സംശയം അങ്ങ് മാറി. നിനക്ക് ഇഷ്ടമാവുന്നത് എന്തും എനിക്കും ഇഷ്ടമാണ് മോനെ. പ്രത്യേകിച്ച് മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്റെ ഭാര്യയായി മുത്തശ്ശൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടി. മക്കളെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഈ ബന്ധം ബീനയും മോളുടെ വീട്ടിലും അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. രണ്ട് വീട്ടിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഞാനും വിദ്യയോട് പലതവണ പറഞ്ഞതാ. ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പ്രത്യേകിച്ച് അമ്മയും ബീനാന്റിയും തമ്മിൽ ഇപ്പൊ ശത്രുക്കളെ പോലെയാ. അതുകൊണ്ടൊക്കെയാ ഇത്രയും നാളും ഞാൻ എന്റെ ഇഷ്ടം മനസ്സിൽ തന്നെ വെച്ചതും സൂരജിനെ മറക്കാൻ പലവട്ടം ശ്രമിച്ചതും. പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല. സൂരജിനെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. അത് ബോധ്യമായതുകൊണ്ടാ ഞാൻ എന്റെ ഇഷ്ടം സൂരജിനോട് തുറന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ, വിദ്യയില്ലാതെ എനിക്കും പറ്റില്ല. ഞാൻ ആഗ്രഹിച്ച എനിക്ക് കിട്ടാതെ പോയ സ്നേഹവും കരുതലും കിട്ടുന്നത് വിദ്യയിലൂടെ. അത് നഷ്ടമാവാൻ പാടില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. പക്ഷെ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ഓർക്കുമ്പോഴാ പേടി. ഹരിയച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും ടെൻഷനുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് ഹരിയച്ചൻ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതേ മോനെ,
നിനക്കൊരു കുറവും വരുത്താതെയാ ഹരി നിന്നെ വളർത്തിയത്. ഇനി നിങ്ങളുടെ ബന്ധം കാരണം ഹരിയും മനോജും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് സൂരജിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയൊരു നന്ദികേടായി പോവും. അതൊക്കെ ശരിയാണ് മുത്തശ്ശ. പക്ഷെ ഇനി എനിക്ക് വിധിയെ മറക്കാനോ വേണ്ടെന്ന് വെക്കാനോ എന്തായാലും പറ്റില്ല. വിധിക്കിനി എന്നെ മറക്കാനും പറ്റില്ല. അതെ മുത്തശ്ശ, മുത്തശ്ശൻ ഞങ്ങൾക്കൊപ്പം നിൽക്കണം. എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ അമ്മയുടെ കാര്യ ടെൻഷൻ. തൽക്കാലം അതൊക്കെ നിങ്ങൾ മറന്നേക്ക്. എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. കുറച്ച് വൈകിയാണെങ്കിലും വീട്ടുകാർ സമ്മതിക്കുന്നത് വരെ കാത്തു നിൽക്കണം. എത്ര നാളെ വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എല്ലാവരുടെ അനുഗ്രഹത്തോടെ മാത്രം മതി എനിക്ക് ഈ വിവാഹം. അതാ എന്റെ ആഗ്രഹം. എല്ലാം നടക്കും മക്കളെ. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ആ, എന്നാ നിങ്ങൾ ചെല്ല്. മോള് വീട്ടിലേക്കല്ലേ? അതെ. ആ മോനെ, വെറുതെ കറങ്ങി നടന്ന് ചീത്തപ്പേര് കേൾപ്പിക്കണ്ട. എന്നാ വേഗം ചെല്ല്. ശരി മുത്തശ്ശ. ചെല്ല്. ആഹാ, ആരത്? മനോജേട്ടാ, മനോജേട്ടാ, ദാ മീര ആദർശം വന്നിരിക്കുന്നു. ആഹാ, ഇരിക്ക് മോളെ. ആ മക്കള് വന്നോ? മുത്തശ്ശി, മീരമോളെ, ഇരിക്കും മോനെ, ഇരിക്കെ. അങ്കിള് വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്ന് അറിഞ്ഞു കാണുമല്ലോ. പാർട്ടീഷൻ നടന്നതാണോ? ആ അതെ. ഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇത്ര പെട്ടെന്ന് അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അതെ അങ്കിൾ, അഭി അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സമ്മതിച്ചു. പറയുമ്പോ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഈ വെട്ടിമുറിക്കൽ വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാ. അത് ശരിക്കും അനുഭവിക്കുന്നത് മാധവിയായിരിക്കും. അതെ മുത്തശ്ശി, ആദർശന്റെ അമ്മയ്ക്ക് വലിയ സങ്കടമായിരുന്നു. എന്നാലും ഇതൊക്കെ സംഭവിക്കേണ്ടതല്ലേ? ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയിന്ന് വിചാരിച്ചാൽ മതി. അതെ, എല്ലാം കഴിഞ്ഞല്ലോ. ഇനി അതേക്കുറിച്ച് ഓർത്ത് അധികം വിഷമിക്കണ്ട. എന്നാലും ദേവാ ബിൽഡേഴ്സ് അഭിരാമിക്ക് കൊടുത്തത് ശരിയായില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, അത് നോക്കിയിരുന്നത് ആദർശല്ലേ? അപ്പോ ആദർശനായിരുന്നു കമ്പനി തരേണ്ടിയിരുന്നത്. ദേവ ബിൽഡേഴ്സ് എന്ന ടൈറ്റിൽ അഭിക്ക് കൊടുത്തതേ ഉള്ളൂ. കമ്പനിയുടെ ക്യാപിറ്റലെല്ലാം തുല്യമായിട്ടാണ് അമ്മ വിധിച്ചത്. അതെ, എന്നാലും ആ പേരെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനിയൊരു പുതിയ കമ്പനി തുടങ്ങുമ്പോ പുതിയ പേരിലല്ലേ അതറിയ. ജനങ്ങളതറിഞ്ഞ് എല്ലാവർക്കും താല്പര്യമായി വരാൻ കുറച്ച് സമയം എടുക്കില്ലേ? അതെ, കമ്പനിയും കമ്പനിയുടെ സർവീസും നല്ലതാണെങ്കിൽ പുതിയ പേര് ഉയർന്നു വരാൻ അധികം സമയമൊന്നും എടുക്കില്ല. കോൾ എടുത്തോ? അല്ല, കുഴപ്പമില്ല, കൂട്ടുകാരിയാ. ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം. കമ്പനിയുടെ പേര് സഹോദരിക്ക് കൊടുത്ത സ്ഥിതിക്ക് ആദർശന്റെ കമ്പനിക്ക് ഇനി പുതിയ പേരിടണം അല്ലേ? അത് പറയാനാ മുത്തശ്ശി ഞങ്ങൾ വന്നത്. പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തു. ആ, ഇനി ഓഫീസിന്റെ കാര്യങ്ങൾ ഉടനെ ശരിയാവും. എല്ലാത്തിനും മുത്തശ്ശിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഈശ്വരന്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവും. അല്ല, പുതിയ കമ്പനിക്ക് എന്താ പേരിട്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പേരാണ്. മീര ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതാണ് കമ്പനിയുടെ പേര്. മീരമ്മോളുടെ പേര് കമ്പനിക്കിട്ടത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. എന്നാലും അതൊക്കെ ഒരു കമ്പനിക്ക് നല്ലതാണോ? ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ,
ഇന്ത്യ മുഴുവൻ അറിയപ്പെടേണ്ടതല്ലേ? മീര എന്ന പേര് ഇന്ത്യയിൽ എവിടെ ചെന്നാലും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പേരിനൊരു അപരിചിത്വമൊന്നും ഉണ്ടാവില്ല. നല്ല പേര് ആദർശേ. ഈ കമ്പനി ദേവ ബിൽഡേഴ്സിനേക്കാൾ പേരും പ്രശസ്തിയും നേടും, ഉറപ്പാ. അതെ, എനിക്കും പേരിഷ്ടമായി. ആ, ഇനി പുതിയ ഓഫീസിലേക്ക് സ്റ്റാഫുകളൊക്കെ റിക്രൂട്ട് ചെയ്യണം. ഇവിടുത്തെ ഓഫീസ് മാത്രമേ പുതിയ എടുക്കുന്നുള്ളൂ. പുറത്തെ ബ്രാഞ്ച് ഓഫീസുകളെല്ലാം പഴയത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആദർശിന് കൂടുതലും കേരളത്തിന്റെ പുറത്തുള്ള വർക്കുകളാ അല്ലേ? അതെ, ഞാൻ അവിടെ എല്ലാം വർക്കുകൾ നോക്കിയിട്ടുണ്ടല്ലോ. ഉം. അബിക്കും വിഘ്നേഷിനും അതൊക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ശരിയാ. ഇതാരാ നിന്നെ വിളിക്കുന്നേ? നീ കോൾ എടുത്ത് സംസാരിക്കേ. ഇത് കസ്റ്റമർ കെയറിൽ നിന്ന് അമ്മേ. ആ അതെ, ഇന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് 2 പേരെയും വിടുള്ളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കറികളൊക്കെ റെഡിയാക്കാം. ശരി, ആന്റിയുടെ ഇഷ്ടം. ആദർശിന് ഇത് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഇക്കാലത്ത് മീര ബിൽഡേഴ്സ് എന്ന കമ്പനിക്ക് പേരിടോ? ഇന്റർനാഷണൽ എക്സ്പോഷറും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആദർശ് ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ഒരു പേരിടുമെന്ന് താൻ കരുതുന്നുണ്ടോ? മണ്ണാം കട്ടയാണ്. ഇതവൾ അവനെ കൊണ്ട് അവളുടെ പേര് കമ്പനിക്ക് ഇടിയിച്ചതാണ്. ഏയ്, അങ്ങനെയൊന്നും ആദർശ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കമ്പനി തകരാതെ പല പ്രശ്നങ്ങളിൽ നിന്നും മീര കരകയറ്റിട്ടില്ലേ? അതിന്റെ ഒരു ഉപകാര സ്മരണ പോലെ ചെയ്തതായിരിക്കും ഇത്. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ സത്യം അതല്ലാന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ മീര കമ്പനിയെ രക്ഷിക്കാൻ എന്ത് മലമറിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവൾ ഒന്നും ചെയ്തിട്ടില്ല. ആദർശ് ജയിലിലായിരുന്ന സമയത്ത് ആ പേരും പറഞ്ഞ് അവൾ കുറെ കറങ്ങി നടന്നു. എടോ, പിന്നെ എങ്ങനെയാ അത് ശരിയായത്? ആ ബീച്ച് സൈഡിലെ പ്രോജക്റ്റിന്റെ പ്രശ്നമൊക്കെ മന്ത്രിയെ കണ്ട് ശരിയാക്കിയത് മീരയല്ലേ? അതൊക്കെ എന്തോ ഭാഗ്യത്തിന് ചക്ക വീണ് മുയല് ചത്തതുപോലെ സംഭവിച്ച കാര്യങ്ങളാ. അതിനൊന്നും ഇത്രയും തലയെ കയറ്റി വെച്ച് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ആദർശ് ഇത്ര വിവരമില്ലാത്തവനായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം. ആരെങ്കിലും കമ്പനിയുടെ പേര് ചോദിച്ചാൽ എങ്ങനെ പറയും ഇത്ര അന്തസ്സില്ലാത്ത പേരാണ് അവൻ ഇട്ടിരിക്കുന്നതെന്ന്? അവരുടെ കമ്പനിക്ക് അവരിഷ്ടമുള്ള പേരെടുത്തേ. അതിന് അഭി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്നാ നമ്മുടെ കമ്പനിക്ക് നമുക്ക് ഇഷ്ടമുള്ള പേരിടണം. ദേവ ബിൽഡേഴ്സ് എന്ന പേര് മാറ്റിയിട്ട് അഭിരാമി ബിൽഡേഴ്സ് എന്ന പേരാക്കണം. നിനക്ക് വട്ടാണോ അഭി? ദേവ ബിൽഡേഴ്സ് എന്നുള്ള പേര് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടെ വഴക്കുണ്ടാക്കിയതും വക്കീലിനെ കണ്ട് സംസാരിച്ചതൊക്കെ? എന്നിട്ടിപ്പോ ആ പേര് മാറണമെന്ന് പറഞ്ഞ എങ്ങനെയാ? നിനക്ക് അസൂയം കുശുമ്പും കാരണം ബോധമില്ലാണ്ടായോ? ബോധമില്ലാത്തത് നിങ്ങൾക്കാ. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മീരയുടെ പേരിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് 100 നാവാ. എന്റെ പേര് പറഞ്ഞപ്പോ അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് കാരണങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. നിനക്കിപ്പോ എന്താ വേണ്ടത്? കമ്പനിയുടെ പേര് മാറ്റി അഭിരാമി ബിൽഡേഴ്സ് എന്നിട്ടാ സമാധാനം ആവുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. തലവേദന അങ്ങോട്ട് തീരട്ടെ. അത് ശരി. എന്നിട്ട് വേണം അമ്മയടക്കം എല്ലാവരുടെ മുന്നിൽ ഞാൻ ഉത്തരവില്ലാതെ നിൽക്കാൻ. അഭി, നീ തന്നെ ഇതെല്ലാം പറഞ്ഞാ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങളൊന്നും പറയണ്ട. എന്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടോ, അവരെന്തെങ്കിലും പേരിടട്ടെ. അതിന്റെ പേരിൽ നീ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ച് അസുഖം എന്തെങ്കിലും വരുത്തി വെച്ചാ എന്താ കാര്യം? ആ മീരയെ തോൽപ്പിക്കാനാ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അവൾ ഓരോ പ്രാവശ്യവും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്കാ പോകുന്നത്. ഇങ്ങനെ പോയാ അവളിനി താഴേക്ക് വരാത്ത രീതിയില് മേലോട്ട് അയക്കും ഞാൻ. അഭി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. ആവശ്യമില്ലാത്തതൊന്നുമല്ല. ഇങ്ങനെ പോയാ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക്. അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെന്താ? അതിനാദ്യം ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്ക. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഒന്നും അറിയാതെ വെറുതെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. കറികളൊക്കെ നന്നായിരുന്നു ആന്റി. താങ്ക് യു ആദർശേ. മനോജേട്ടാ, കേട്ടല്ലോ? ഇങ്ങനെ ഒരു കാര്യം ഇഷ്ടപ്പെട്ട തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കണം.
എന്നും അടുക്കളയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ആദർശ് പറഞ്ഞതുപോലെ കിട്ടുന്ന വാക്കുകളെ വലിയ സന്തോഷ. ഞാൻ പറയാറുണ്ടല്ലോ. പറയും. ഞാൻ കൊറേ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ കുഴപ്പമില്ലായിരുന്നു ഒഴുക്ക മട്ടിലൊരു മറുപടി പറയും. അത്രേ ഉള്ളൂ. ആ, മുത്തശ്ശിയും കൊച്ചുമോളും വന്നല്ലോ. നമുക്ക് ഇറങ്ങാം മീര. ആ ഇറങ്ങാം. വിദ്യ എവിടെ അമ്മായി? അവൾ അടുക്കളയിലുണ്ട്, ഇപ്പൊ വരും. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടേ. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണ്ടേ. ഒരു കമ്പനി വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാലാരിഷ്ടതകൾ ഒരുപാടുണ്ടാവും. സത്യമാണത്. എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനകളും ഉണ്ടാവണം. ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ അങ്കിളും നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്താ? അതൊക്കെ സന്തോഷമുള്ള കാര്യമില്ലേ? എന്നെ കൊണ്ടാവുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആഹാ, നിങ്ങൾ ഇറങ്ങുവാണോ? ആ അതെ. തിരക്കൊക്കെ കുറയുമ്പോ ഇടയ്ക്ക് വരണം മോളെ. വരാം മുത്തശ്ശി. എന്നാ ഇറങ്ങട്ടെ വിദ്യ. ആ പിന്നെ തീസിസ് സബ്മിറ്റ് ചെയ്യാറായോ? ആ, നെക്സ്റ്റ് മന്ത് ചെയ്യണം. ആ ഹലോ. ആ അതെ, നോട്ട്സ് അയച്ചാൽ മതി. ഞാനൊന്ന് നോക്കട്ടെ. ആ പറ്റിയില്ലെങ്കിൽ ടെക്സ്റ്റ് തന്നെ വേണ്ടി വരും. ആ ശരി, ഞാൻ വിളിക്കാം. യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ടാ. നമ്മളെക്കാൾ തിരക്കുകളും കോളുകളും ഇപ്പോഴത്തെ പിള്ളേർക്കാ. ഈടായിട്ട് ഇത് കുറച്ച് കൂടുന്നുണ്ട്. പഠിത്തം കഴിയാറായില്ലേ, അതിന്റെയാ. നിന്റെ അമ്മയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് വെച്ചാ. എന്നാ പിന്നെ ഇനി ഞങ്ങൾ താമസിക്കുന്നില്ല, ഇറങ്ങട്ടെ. വീട്ടിലൊന്ന് കയറിയിട്ടേ തിരിച്ചു പോവും. ഹരിയും ബേനയും അന്വേഷിച്ചതായിട്ട് അറിയിക്കണം. അല്ല, അവിടെ വേറൊരാളും കൂടി ഉണ്ടല്ലോ. സൂരജിന്റെ കാര്യം മറന്നോ? എല്ലാവരോടും പറഞ്ഞേക്കാം. ശരി, ഇറങ്ങട്ടെ. ശരി മുത്തശ്ശി. ആ ശരി മോളെ, പൊയ്ക്കോ. ആഹാ, നിങ്ങളായിരുന്നോ? ഞാൻ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ആരാന്ന് നോക്കാൻ വന്നായിരുന്നു. വാ, നിങ്ങൾ വാ. ഇരിക്കും മോനെ. മുത്തശ്ശിയെ കാണാൻ പോരുന്നല്ലേ? ആ, മനോജ് വിളിച്ചിരുന്നു. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാൻ പോയതാ. പുതിയ പേരിൽ കമ്പനി തുടങ്ങല്ലേ. ആ, അത് നന്നായി. മീരയുടെ പേര് കമ്പനിക്ക് ഇട്ടതിന് അഭിരാമി എന്തെങ്കിലും പറഞ്ഞോ? അതിപ്പോ എന്ത് സംഭവിച്ചാലും അഭി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ നിന്നാ വഴക്കുണ്ടാക്കാൻ മാത്രമേ സമയമുണ്ടാവൂ. അപ്പോ അഭിരാമി അതിനും പ്രശ്നം ഉണ്ടാക്കിയല്ലേ? പാർട്ടീഷൻ കഴിഞ്ഞും അഭിരാമി ആ വീട്ടിൽ താമസിച്ചാൽ ഇനിയും വഴക്കുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അന്ന് ഹരിയേട്ടനും മീരയെ എന്നെ എതിർത്തു. ഇപ്പൊ അഭിരാമിക്ക് ദേവ ബിൽഡേഴ്സിന്റെ പേരും കമ്പനിയും എല്ലാം കിട്ടിയിട്ടും ആദർശിന്റെ മീരയുടെയും കാര്യത്തിൽ തലയിടാനും അഭിപ്രായം പറയാനും വരുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ബീനാമേ, അഭിചേച്ചി അങ്ങനെയാ. ആദർശേട്ടൻ പറഞ്ഞ പോലെ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നാ മതി. മുൻപും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ട് പാർട്ടീഷന്റെ കാര്യം വന്നപ്പോ അഭിരാമിക്ക് വേണ്ട കാര്യങ്ങള് നിങ്ങളിൽ നിന്ന് നേടിയെടുത്തില്ലേ? ആ വാശിക്കും നിങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്നില്ലേ? ആ സമയത്തെന്താ അഭി പറയുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാതിരുന്നത്? ബീന, അവര് വീട്ടിൽ വഴക്കുണ്ടാക്കാതിരിക്കാനാണ് എല്ലാം സഹിക്കുന്നത്. അതെന്താ മനസ്സിലാക്കാത്തെ? എനിക്കെല്ലാം മനസ്സിലായതുകൊണ്ടാ ഹരിയേട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ കണ്ണടച്ച് ഇരുട്ടാക്കുക. ആദർശിന്റെ വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും എല്ലാം അവസാനിപ്പിച്ച് മീരയ്ക്കും ആദർശനും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ അഭിയുടെ വാശിക്ക് നിങ്ങൾ നിന്നുകൊടുത്തത്. എന്നിട്ടും അതിനൊരു കുറവും വരാതെ വീണ്ടും അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിൽ അത് അവസാനിപ്പിക്കണം.
അല്ലാതെ ഓരോ ന്യായീകരണങ്ങൾ വീണ്ടും കണ്ടെത്തുകയല്ല വേണ്ടത്. ബീനാമേ, പാർട്ടീഷന്റെ സമയത്ത് ആദർശനും അഭിചേച്ചിയും തുടർന്നും അമ്മയോടൊപ്പം തന്നെ താമസിക്കണമെന്ന് പറഞ്ഞിട്ടാ കമ്പനി രണ്ടാക്കിയത്. അത് ഞങ്ങളിത് പറഞ്ഞതല്ലേ? അതെ, അപ്പൊ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് വലിയ വഴക്കിന് വഴിവെക്കുകയുള്ളൂന്ന്. ആദർശേട്ടനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. കണ്ടോ, എന്നിട്ടാണോ അതിന് സമ്മതിച്ചത്? ഞാൻ പറഞ്ഞിട്ടാ ആദർശേട്ടൻ അതിന് സമ്മതിച്ചത്. അത് വലിയ മണ്ടത്തരമായി പോയി മീര. ആദർശ് പറഞ്ഞതായിരുന്നു ശരി, അതൊരിക്കലും സമ്മതിക്കരുതായിരുന്നു. ഞാനപ്പോൾ എതിർത്തിരുന്നെങ്കിൽ പാർട്ടീഷൻ നടക്കില്ല. അത് മാത്രമല്ല, അഭിയോ ഞാനോ വഴക്കിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ വന്നാ അത് മീരയ്ക്ക് ദോഷമായിട്ട് വരും.